പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 22 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിങ്ങൾ എടുത്തു വെച്ച ഡോക്യുമെൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു 2 മിനിറ്റ് തരാം. എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അങ്ങോട്ട് മാറി നിൽക്കണം. സ്റ്റഡി റൂമിലാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ സ്റ്റഡി റൂമിലേക്ക് മാറി നിൽക്കണം. അടുക്കളയിൽ നിന്നാണ് കലഹം പൊട്ടി പുറപ്പെടുന്നെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് മാറി നിൽക്കണം. അച്ഛൻ പ്രാർത്ഥിക്കും. ഇപ്പം അടുക്കളയെ ആശീർവദിക്കും. എൻ്റെ മക്കളുടെ ഓഫീസിലാണ് കുഴപ്പമൊന്നുണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ മുമ്പിൽ വെക്കണം. എന്നിട്ട് നിങ്ങളെ മനസ്സിൽ വിശ്വപ്രവണത ചെയ്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ മൊബൈലിൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണം. നിങ്ങൾക്കറിയാം, ഞാനിങ്ങനെ പ്രാർത്ഥിക്കണത് എന്തിനാണെന്നറിയാം? കർത്താവ് എനിക്ക് തന്നൊരു വെളിച്ചമാണ്. എന്താണ്? ദൈവ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 15:26 ദൈവം സമസ്തവും
അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പം നമ്മുടെ അടുക്കളയും നമ്മുടെ വീട്ടുമൃഗങ്ങളും, ഇപ്പം തൊഴുത്തിൽ എന്തെങ്കിലും പ്രസവമുണ്ട്, കന്നുകാലികൾ, ചിലപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ, ഇപ്പോൾ കോഴി മുട്ട വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട അമ്മമാർ വഴിയുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതൊന്ന് എപ്പോഴും ഇങ്ങനെ തൂങ്ങി കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോണവരുണ്ട്. പശുവും ആടുമൊക്കെ ഒന്നും പ്രസവിക്കാത്തതുകൊണ്ട് അത് വാഴുന്നില്ലെന്ന് പറയരുത്. അതുപോലെയുള്ള അവസ്ഥകളുള്ള അതൊക്കെ നിങ്ങൾ ആ സമയത്ത് അതിൻ്റെ അടുത്ത് പോയി നിന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളെ ഭീതിപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന അയൽവാസികളുണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ശത്രുക്കളെ ആശീർവദിക്കുകയും ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാമെന്നുള്ള ഈശോ പറഞ്ഞത്. ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഡോക്യുമെൻ്റ് കയ്യിലെടുക്കണം. എന്തെല്ലാം ഡോക്യുമെൻ്റാണെന്നറിയാം. പ്രമാണമുണ്ട്, പറ്റുചീട്ടുണ്ട്, കരവിചാരം അടക്കാൻ പ്രയാസമാണെങ്കിൽ അതിൻ്റെ രജിസ്റ്ററുണ്ട്, പിന്നെ നിങ്ങളുടെ പരീക്ഷ ഹോൾ ടിക്കറ്റുണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുണ്ട്, ഇൻ്റർവ്യൂവിനുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട്, നിങ്ങളുടെ പാസ്പോർട്ടുണ്ട്, പുതുക്കേണ്ട പാസ്പോർട്ടുണ്ട്, നിങ്ങളുടെ ഇനി പുതുക്കി കിട്ടേണ്ട വിസ കോപ്പിയുണ്ട്. എല്ലാം കയ്യിലെടുക്കുക. എന്താണോ നിങ്ങളുടെ രേഖകൾ, നിങ്ങളുടെ ഇൻ്റർവ്യൂ കോൾ ഫോർ ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടാകും, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടാകും, എല്ലാം കയ്യിലെടുക്കുക. കർത്താവിൻ്റെ വിശുദ്ധ രക്തം അതിലേക്കെല്ലാം ഇങ്ങനെ മഞ്ഞ് പെയ്യണ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. അങ്ങനെ മഹത്വപ്പെടുത്തും നന്ദി പറയുന്ന ഈശോയെ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നവരുടെ സ്വസ്ഥം കർത്താവ്. എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല. അങ്ങയുടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ, ആനന്ദ കണ്ണീരോടെ ഞങ്ങൾ കാണുന്ന ഈശോയെ. ഞങ്ങൾക്ക് അങ്ങയ്ക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം. അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം. അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് അടയാളം നൽകണമേ. ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും, സമാധാനം ഇല്ലാത്തവർ, ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ, അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണമേ. കർത്താവ് ജഡ്ജ്മെൻറ്റ്, വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്നവർ ആ ജഡ്ജ്മെൻറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നിങ്ങളിപ്പോൾ കയ്യിലില്ലെങ്കിൽ മനസ്സിൽ ഓർത്താൽ മതി മക്കളെ. ഓരോരോ വിഷയങ്ങൾ, പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, അതിൻ്റെ എല്ലാത്തിൻ്റെയും രേഖകളുടെ മേൽ കർത്താവിൻ്റെ തലയ്ക്കപ്പെടട്ടെ. അഡ്വാൻസ് കൊടുത്തു, അത് മുഴുവൻ എമൗണ്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അഡ്വാൻസ് അന്യാധീനപ്പെട്ട് പോകാൻ പോകുന്നു. നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി, ജോലി കിട്ടിയില്ലുമായി. അതിൻ്റെ രേഖകൾ, പണയച്ചീട്ടുകൾ, ജപ്തി ചീട്ടുകൾ എല്ലാം കർത്താവെ നീ ഏറ്റെടുക്കണം. നമ്മളെ ഭാരങ്ങളാണല്ലോ അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്ന് വചനമനുസരിച്ചു. ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ, ഈ ഭാരച്ചീട്ടുകളിലെല്ലാം എൻ്റെ പ്രസാദം തളിക്കണമേ. അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിനിടയ്ക്ക് വരിക. ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ നളിച്ചവനെ, ഇതെല്ലാം ആശ്വാസമായി മാറണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന നല്ല ചെയ്ത അമ്മ, ദുരന്തത്തിന് പോലും പ്രതിവിധി നിശ്ചയിച്ച അമ്മ, ഞങ്ങൾക്ക് വേണ്ടി നിമിഷം മധ്യസ്ഥം വഹിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ രേഖകളെ, ഡോക്യുമെൻറ്റുകളെ ഈശോ നാമത്തിൽ ആശീർവദിക്കും. വിടുതൽ നൽകും. പടൻ പീസസ് വിട്ട് ഫോർ ആൻഡ് ഗ്രേസ്. ഇപ്പോൾ ഓരോരോ ആഴ്ചകളിലെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾപ്രേരണകളിലാണ് നമ്മൾ ആധ്യാത്മിക സത്യവും അതിൻ്റെ പ്രായോഗിക, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ പ്രയോഗപരതയും അനുദിന ജീവിതത്തിൻ്റെ ഔത്സുക്യത്തിന് വേണ്ടി ആത്മശക്തീകരണത്തിലും അവലംബിയായ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്നത്. അപ്പം നാഥാനിയേലിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ,
അവനിൽ ഒരു കാപട്യവും ഇല്ലെന്ന്. ഇതിപ്പോൾ നിങ്ങൾ കേട്ട് മടുത്ത് കാണാം, അതെനിക്കറിയാം. പക്ഷെ അതല്ല ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. കർത്താവ് ഇത്രയും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മനുഷ്യൻ ബൈബിളിൽ കാണത്തില്ല. കർത്താവ് കുറേ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്, നമ്മൾ അടുത്ത ടോക്കിൽ അത് എടുക്കും. പക്ഷേ ഇത് യഥാർത്ഥ ഇസ്രായേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്, എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് നാഥാനിയേലിനെ കർത്താവ് തൻ്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കാതിരുന്നത്? എനിവേ, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നാഥാനിയേലില്ല. അപ്പോഴേ കാപട്യമില്ലാതെ ജീവിച്ചത് കൊണ്ട് മാത്രം കർത്താവിൻ്റെ ശിഷ്യത്വത്തിൽ പരമ്പരയിൽ വരണമെന്ന് നിർബന്ധമില്ല എന്നുള്ള ഓക്കെയല്ലേ? എന്നുവെച്ചാൽ കാപട്യം നിങ്ങൾ ചെയ്ത് കൂട്ടണമെന്നല്ല അർത്ഥം. കാപട്യം നിലനിൽക്കണമെന്നല്ല, കാപട്യത്തിന് ലൈസൻസ് ഒപ്പിച്ചെടുക്കുകയല്ല. മറിച്ച് ശിഷ്യത്വം അതിനേക്കാൾ ഗൗരവതരമായ ചില മൂല്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കാപട്യം ഉണ്ടായിരുന്നില്ലെങ്കിലും എന്താണ്, കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മുമ്പിലുള്ള ഇപ്പം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ, വിശ്വസിക്കുന്നവരാണ് നമ്മൾ, ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ എങ്കിലും അവിടെ വരണത്, നീ ഉടമ്പടിയെടുത്താലും എങ്ങനെ ജീവിച്ചാലും ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. എന്താണ്? കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം. നടപടി 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ, ഫസ്റ്റ് പാർട്ടിയാണല്ലോ അറിയാം. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. നീ ആരെക്സോർവായി, നീ ആരായാലും ഞാൻ ആരായാലും ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണം. ഞാനവർക്ക് ഈ ദൈവത്തിന്, ഈ ദാവീദിന് ഇത്രയും മനസ്സിന് ഇണങ്ങാൻ ഉണ്ടായ കാരണങ്ങൾ എന്താണ്? ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും ദാവീദ് തൻ്റെ കൈവിട്ടു പോയ ഒരു ജീവിതം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാം, ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. തൻ്റെ കയ്യിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ കൈവിട്ടു പോണ ജീവിതത്തെക്കുറിച്ചല്ല പറഞ്ഞത്. കർത്താവ് കൈവിട്ടു പോകരുതെന്നുള്ള കണ്ണീരോടെയുള്ള പ്രാർത്ഥനയാണ്. എന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് വല്ലാത്ത അബദ്ധങ്ങൾ സംഭവിച്ചു, എനിക്ക് ഈ അവസ്ഥയിൽ ഒന്നേ പറയാനുള്ളൂ, എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അതൊരു ചങ്ക് നുറുങ്ങിയൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറയണം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.